1979 ഞാൻ എൻ്റെ ആദ്യത്തെ കഥാചിത്രം ഗ്രീഷ്മം സംവിധാനം ചെയ്യുന്നത്. ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ സബ്മിറ്റ് ചെയ്ത മുൻനീള തിരക്കഥയായ മേഫ്ലവർ, അത് ആണ് ഗ്രീഷ്മ എന്ന പേരിൽ ഞാൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്നത്. ഈ ഗ്രീഷ്മത്തിൻ്റെ ഏതാണ്ട് ഷൂട്ടിംഗ് കഴിഞ്ഞ സമയത്ത് ഞാനന്ന് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ ഡോക്യുമെൻ്ററി വിഭാഗത്തിൽ സംവിധായകനായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അന്ന് കോർപ്പറേഷനിൽ എൻ്റെ ആദ്യകാല ക്യാമറാമാൻ, അവിടെ ക്യാമറാമാനായി അന്ന് വർക്ക് ചെയ്തിരുന്ന ശ്രീ ഷാജിയൻ കരുണായിരുന്നു. ഷാജിയൻ കരുണിൻ്റെ അസിസ്റ്റൻ്റായിരുന്നു, ക്യാമറ അസിസ്റ്റൻ്റായിരുന്നു എസ് കുമാർ. പിന്നീട് ഞാനാണ് കുമാറിനെ, ഷാജിയൻ കരുൺ ഒന്ന് രണ്ട് ഡോക്യുമെൻ്ററികളിലും മറ്റും വർക്ക് ചെയ്തപ്പോൾ പിന്നീട് ഞാൻ കുമാറിനെ എൻ്റെ ക്യാമറാമാനായിട്ട്, സ്വതന്ത്ര ക്യാമറാമാനായിട്ട് നിയോഗിക്കുന്നു എൻ്റെ ഡോക്യുമെൻ്ററികൾ ചെയ്യാൻ KSFDCയിൽ. അദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ സ്വതന്ത്ര ഈ ക്യാമറ അസിസ്റ്റൻ്റ് മാറി ക്യാമറാമാൻ ആദ്യമായിട്ട് വരുന്നത് ഞാൻ ചെയ്ത ഡോക്യുമെൻ്ററികളിലൂടെയാണ്. അപ്പോൾ കുമാർ ഒരിക്കൽ എന്നോട് പറഞ്ഞു, കുമാറിന് ഒരു വെളിയിലൊരു ഫീച്ചർ ഫിലിം ചെയ്യേണ്ട അവസരം കിട്ടിയിട്ടുണ്ട്, പക്ഷേ അത് ലീവ് കിട്ടുന്ന കാര്യം സംശയമാണ്. ഞാനൊന്ന് അന്നത്തെ ചെയർമാൻ TRS പിള്ള സാറിനോടും അന്നത്തെ മാനേജിംഗ് ഡയറക്ടറോടും സംസാരിക്കണം. കുമാറിൻ്റെ ആവശ്യപ്രകാരം 10 ദിവസം ലീവ് മതി. ഒരു ചെറിയ പടമാണ്, പുതുമുഖങ്ങളാണ് ആക്ട് ചെയ്യുന്നത്, കോളേജ് വിദ്യാർത്ഥികളാണ്. എല്ലാവരും ആ സിനിമ സംവിധാനം ചെയ്യുന്നതും തിരക്കഥ എഴുതുന്നതും പശ്ചാത്തലത്തിൽ അണിയറയിൽ പ്രവർത്തിക്കുന്നവരും തിരശ്ശേരിയിൽ വരുന്നവരെല്ലാം ആദ്യമായിട്ട് ഈ രംഗത്ത് വരുന്നവരാണ്. കുമാർ മാത്രമാണ് അല്പം ഈ രംഗത്ത് പരിചയസമ്പന്നതയുള്ള വ്യക്തി. 10 ദിവസം കൊണ്ട് തീർക്കാവുന്ന ഒരു കൊച്ചു സിനിമയാണ്. ഞാനങ്ങനെ അന്നത്തെ ചെയർമാനോടും മാനേജിംഗ് ഡയറക്ടറോടും വന്ന് കുമാറിന് ലീവ് വാങ്ങിച്ചു കൊടുത്തു. പക്ഷെ അത് 5-6 ദിവസം കഴിഞ്ഞപ്പോൾ ഷൂട്ടിംഗ് നിന്നുപോയി. കാരണം ആ പ്രൊഡ്യൂസർ 50,000 രൂപയ്ക്ക് കംപ്ലീറ്റ് ചെയ്യാനാണ് എൻ്റെ സംവിധായകൻ. രാജീവ് നാഥൻ്റെ അനിയൻ അശോക് കുമാർ ആയിരുന്നു സംവിധായകൻ. ഇവരെല്ലാം ഫൈനൽ ഇയർ ഡിഗ്രി പരീക്ഷ എഴുതിയിരിക്കുന്ന സമയമാണ്. അന്ന് ഈ വീഡിയോ ക്യാമറ ഒന്നുമില്ല. 16mm എടുക്കണം, അല്ലെങ്കിൽ 35mm ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് എടുക്കുക. അപ്പോൾ പുതുമങ്ങൾ അഭിനയിക്കുന്ന പടം വലിയ ചിലവൊന്നും കൂടാതെ എടുക്കുന്നതുകൊണ്ട് 50,000 രൂപയ്ക്ക് പടം തീർക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഒരു പാവപ്പെട്ടൊരു ചെറിയൊരു കോൺട്രാക്ടർ, മുരളി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നു. പക്ഷേ ആ സിനിമ 5-6 ദിവസം കഴിഞ്ഞപ്പോൾ നിന്നുപോയി. 6000 അടി ഷൂട്ട് ചെയ്തപ്പോൾ. പിന്നീട് 4-5 മാസം കഴിഞ്ഞിട്ട് അവർ വേറെ പണം ശേഖരിച്ചിട്ടാണ് അത് പൂർത്തിയാക്കുന്നത്. ഈ 6000 അടി അത് ഷൂട്ട് ചെയ്ത് അതിൻ്റെ റഷസ് കാണാൻ അന്ന് 10 പേർക്ക് ഇരിക്കാവുന്ന ഒരു കൊച്ചു ഡബ്ബിംഗ് തിയേറ്റർ ഞങ്ങളുടെ വെള്ളയമ്പലം ടെക്നിക്കൽ ഓഫീസിൽ, അന്ന് ചിത്രാഞ്ജലി സ്റ്റുഡിയോ കലാഭവനൊന്നും വന്നിട്ടില്ല. അവിടെ പ്രദർശിപ്പിക്കുമ്പോൾ അതിലെ സംവിധായകനും അതിൽ വർക്ക് ചെയ്ത ചില ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യൻസും കാണുന്ന സമയത്ത് കുമാർ എന്നെ കൂടി ക്ഷണിക്കുന്നു. കുമാറിന് എന്നോട് ഇങ്ങനൊരു ഒബ്ലിഗേഷൻ ഉണ്ടായിരുന്നുണ്ട് അത് കാണാൻ. ഡ്യൂട്ടി സമയമായതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ വന്ന് ചേരാൻ നിങ്ങൾ തുടങ്ങിക്കോളുന്നു. അങ്ങനെ പടം ഈ റഷസ്, അന്ന് ഈ ഫിലിമിൽ ഡയലോഗ് ശബ്ദം കേൾക്കാം, ഇന്ന് മീഡിയയിൽ ശബ്ദം കേൾക്കാം, സൈലൻ്റ് ആയിരിക്കും റഷസ്, എഡിറ്റ് ചെയ്തിട്ടില്ല, ക്ലാപ്പോട് കൂടില്ല, യാതൊരു കണ്ടിന്യൂറ്റി ഇല്ലാത്ത ഈ റഷസ്. ഞാനൊരു 3-4 മിനിറ്റ് കഴിഞ്ഞ് ഇരുട്ടിൽ കയറുന്നു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ റഷസ് കഴിഞ്ഞപ്പോൾ ഇരുട്ടിൽ നിന്ന് തന്നെ ഞാൻ പുറത്ത് വരുന്നത്. കാരണം ഡ്യൂട്ടി ടൈമാണ്. ചെയർമാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുക ഹെഡ് ഓഫീസ് കോട്ടാങ്കിയിൽ നിന്ന്. പുറത്ത് വന്നപ്പോൾ കുമാർ എന്നോട് വന്ന് കുമാറിൻ്റെ വർക്ക് എങ്ങനെയുണ്ട് ചോദിച്ചു. എഡിറ്റിംഗ് ഒന്നും പൂർത്തിയാക്കാത്ത സിനിമയാണെങ്കിൽ സിനിമാറ്റോഗ്രഫി റഷസ് കണ്ടാലും നമുക്ക് ഒരു ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഞാൻ കുമാറിൻ്റെ വർക്ക് കൊള്ളാം, നന്നായിട്ടുണ്ട്, യു ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞ് 1-2 അടി നടന്നപ്പോൾ ഞാൻ 10-20ഓളം പേര് അതിൽ ആൺകുട്ടികളും പെൺകുട്ടികളായിട്ട് പുതുമുഖങ്ങളെ ആക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും 17 വയസ്സിനും 21-22 വയസ്സിനും എല്ലാ ചെറുപ്പക്കാരെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ 2 അടി നടന്നിട്ട് കുമാറിനോട് ചോദിച്ചു, അതിൽ ഒരു 4 രംഗങ്ങളിൽ വരുന്ന ഒരു വള്ളിനിക്കറിട്ടിട്ട് വരുന്നൊരു ഡയലോഗൊന്നും വെക്കാൻ പറ്റില്ല പറയുന്നത്. പക്ഷേ ആക്ഷൻ ഞാൻ ഈ 20-22 പേരിൽ ആ ഒരു ആക്ടറുടെ പെർഫോമൻസ് എനിക്ക് വളരെ ഇമ്പ്രസീവായി തോന്നി. അതുകൊണ്ട് ഞാൻ കുമാറിന് ആരാണെന്ന് ചോദിച്ചു. കുമാർ പറഞ്ഞു, പുള്ളി ആ ഡബ്ബിംഗ് തിയേറ്ററിനകത്തുണ്ട്, 4-5 ആർട്ടിസ്റ്റുകളുടെ കൂടെ പുള്ളി ഇരിപ്പുണ്ട്, ഞാൻ വിളിച്ചിട്ട് വരാം. ഞാൻ പറഞ്ഞു വേണ്ട എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പുള്ളിക്ക് നല്ല ഭാവിയുണ്ടെന്ന് പറഞ്ഞു. 10-20 പേരിൽ എനിക്ക് കണ്ണിൽപ്പെട്ടത് അതിന് പ്രധാന കഥാപാത്രമല്ല, ഒരു കോമഡി ക്യാരക്ടറാണ്.
പക്ഷെ കുമാർ പെട്ടെന്ന് വിളിച്ചിട്ട് വന്നു, ഡബിൾ വേഷ്ടിയും ഒരു അരക്കൈ നീല ഷർട്ടിട്ട് 21 വയസ്സായ വെളുത്ത് തടിച്ച ഒരു ചെറുപ്പക്കാരൻ. ഞാൻ എന്താ പേര് ചോദിച്ചു, എന്ത് ചെയ്യുന്നു ചോദിച്ചു. ബികോം പരീക്ഷ എഴുതിയിരിക്കണം, സ്കൂൾ കോളേജ് നാടകങ്ങളിലൊക്കെ ആക്ട് ചെയ്യാറുണ്ടോ ചോദിച്ചു. ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കണം. അപ്പം ഞാൻ പറഞ്ഞു, തോളത്ത് തട്ടിയിട്ട് യു വിൽ ബിക്കം എ ഗ്രേറ്റ് ആക്ടർ. അങ്ങനെയാണ് അതാണ് മോഹൻലാൽ. പിന്നീട് മോഹൻലാൽ തന്നെ എന്നോടും വേറെ എൻ്റെ ചില സുഹൃത്തുക്കളോടും കുമാറിനോടും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്ക്രീനിൽ ആദ്യമായിട്ട് തൻ്റെ ഇമേജ് കാണുന്ന സമയത്ത് ആ സിനിമയിൽ വർക്ക് ചെയ്യാത്ത, പുറമേ നിന്നുള്ള ഒരാൾ, എഡിറ്റ് ചെയ്യാത്ത, ഡബ് ചെയ്യാത്ത, റഷസ് കണ്ട 4-5 രംഗങ്ങൾ കണ്ടിട്ട് ഇങ്ങനെ അദ്ദേഹം പ്രവചിച്ചത്, അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് ഈ വാക്കുകൾ വന്ന് എനിക്ക് വലിയ പ്രചോദനമായി മാറി. ഇപ്പോഴും എവിടെ വെച്ച് കണ്ടാലും മോഹൻലാൽ ആ ആദരവ്, അന്ന് എനിക്കൊരു ഞങ്ങൾ തമ്മിൽ ഒരു 5-6 വയസ്സിൻ്റെ വ്യത്യാസം. ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ ഷൂട്ടിങ് അതിന് എഴുതി നടക്കത്തെ ഇഷ്ടം. അതേ ആദരവ് അന്ന് എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതേപോലെ തന്നെയാണ് മോഹൻലാൽ ഇന്നും. ഞാൻ ഇതുവരെ മോഹൻലാലിൻ്റെ അടുത്ത് ഒരു ഡേറ്റ് വെച്ച് പോയിട്ടില്ല. പക്ഷെ മോഹൻലാലിൻ്റെ ഡേറ്റും വെച്ചിട്ട് 7 Hours വിജയകുമാർ ഒരു സിനിമ എടുക്കാൻ ഒരുപാട് താല്പര്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് ലീവ് കിട്ടുന്ന പ്രശ്നം ഉണ്ടായിരുന്നു KSRTC. അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ അഭിനേതാവ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ലാലിൻ്റെ ഉയർച്ച മാറി നിന്ന് ഒരു ആസ്വാദകൻ എന്നുള്ള നിലയ്ക്ക് കണ്ടുവരികയും ഈ ഏതാണ്ട് 79-80 തിരുനോട്ടം വരുന്നത്. അപ്പോൾ 40-ഉം 20-ഉം 44 വർഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം കണ്ടുവരികയായിരുന്നു. ഞാനൊരു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ചിത്രാഞ്ജലി നടന്ന ഒരു ചടങ്ങിൽ വെച്ച് മോഹൻലാലിന് തന്നെ ഒരു കാര്യം പറഞ്ഞു. ഞാൻ ലോക സിനിമ ലൂമിയർ സഹോദരന്മാർ 1895 1.5 മിനിറ്റ് 2 മിനിറ്റ് നിശബ്ദ സിനിമ 16 ഫ്രെയിം 1 സെക്കൻഡ് എടുത്ത കാലം മുതലുള്ള ഒരുപാട് ലോക സിനിമകൾ തുടക്കം മുതലുള്ള കണ്ടുവന്ന ആളാണ്. ഒരുപാട് ബ്രില്യൻ്റ് ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് കണ്ടുവന്ന ആളാണ്. എൻ്റെ അന്ന് പറഞ്ഞ അതേ അഭിപ്രായം ഞാൻ ഇപ്പോഴും റിപ്പീറ്റ് ചെയ്യണം. ലോക സിനിമയിൽ നാളിതുവരെ സിനിമ 1895 വന്നപ്പോൾ ഏതാണ്ട് 129 വർഷമായി സിനിമ ജന്മം കൊണ്ടിട്ട്. ഇത്രയും കാലയളവിൽ ലോകത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള മികച്ച 5 അഭിനേതാക്കളിൽ ഒരാളാണ് മോഹൻലാൽ എന്ന് നിസ്സംശയം പറയാം. ഇത്രയും സ്വാഭാവികമായിട്ട് ഒരു ക്യാമറയുടെ മുന്നിൽ അഭിനയിക്കുകയാണെന്നുള്ളൊരു ഫീലിംഗ് ഇല്ലാതെ പെട്ടെന്ന് തന്നെ കഥാപാത്രമായിട്ട് മാറി അഭിനയിക്കുന്ന അഭിനേതാക്കൾ ഒരു പ്രത്യേക സ്ഥിതിയാണ്.